ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 7 ആണ്, അക്കൗണ്ടിങ് ഫോർ ഇൻഷുറൻസ് കമ്പനീസ് ആണ്. അപ്പോൾ അതിൽ ആദ്യം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നോർമലി ഒരാളുടെ എന്തെങ്കിലും ഒരു റിസ്കിനെ ഇൻഡംനിഫൈ ചെയ്യാൻ, ആ റിസ്കിലൂടെ അയാൾക്ക് വരുന്ന ലോസിനെ ഇൻഡംനിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റാണ് പലപ്പോഴും ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒരാളെന്ത് ചെയ്യും, ഇൻഷുറൻസിന് വേണ്ടിയിട്ട് പ്രീമിയം കൊടുക്കും. അങ്ങനെ ആ ഒരു ഇവൻറ്റ് എന്താണോ ആ ഇവൻറ്റ് ഇൻഷുറൻസിൻ്റെതാകുമ്പം, ലൈഫ് ഇൻഷുറൻസിൻ്റെതാകുമ്പം ഒന്നെങ്കിൽ അയാൾ ഡെത്ത് സംഭവിക്കുക അയാൾക്ക്, അല്ലെങ്കിൽ ഒരു പീരിയഡ് ആവുക, 70 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സ്, ഇങ്ങനെ ആ പീരിയഡ് ആവുക. അങ്ങനെ ഏതെങ്കിലും ഒന്ന് ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്ത് അതിനൊരു സം അഷ്യൂർഡ് കൊടുക്കും. ഇങ്ങനെയുള്ളൊരു സംവിധാനമാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്റ്റ്, ഒരു കോൺട്രാക്റ്റാണ്. വേർബൈ ആദ്യം ഞാൻ പറയുന്നു, പിന്നെ നല്ലപോലെ ശ്രദ്ധിച്ച് ഇരിക്കുക. ഒരു റെക്കോർഡഡ് സെഷന് ആയതുകൊണ്ട് തന്നെ ഒരു ലൈവിൻ്റെ ഒരു അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ നിങ്ങൾ സംശയങ്ങൾ ചോദിച്ച് അങ്ങനെ പോകുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ അറിയിച്ചാൽ മതി, നമുക്കതിനനുസരിച്ച് ബാക്കി ചെയ്യാം. ഓക്കെ. ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്റ്റ്. ഇൻഷുറൻസ് എന്താണ്? ഒരു കോൺട്രാക്റ്റാണ്. വേർബൈ അതിൽ വൺ പാർട്ടി അഗ്രീസ്, ഒരു പാർട്ടി അഗ്രി ചെയ്യാണ്. എന്തിനാ അഗ്രി ചെയ്യുന്നത്? ഫോർ എ കൺസിഡറേഷൻ, ഒരു കൺസിഡറേഷൻ. ആ കൺസിഡറേഷൻ നമ്മൾ എന്താ വിളിക്കുക? കോൾഡ് പ്രീമിയം. ടു ഇൻഡംനിഫൈ, സേവ് ചെയ്യാൻ ദ അതർ, മറ്റൊരാളെ, എഗെയിൻസ്റ്റ് എ പോസിബിൾ ലോസ്, ഒരു പോസിബിൾ ലോസിന് എഗെയിൻസ്റ്റ് ആയിട്ട് അയാളെ ഇൻഡംനിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓർ ടു പേ സ്റ്റേറ്റഡ് സം ഓഫ് മണി ഓൺ ദ ഹാപ്പനിങ് ഓഫ് എ പെർട്ടിക്കുലർ ഇവൻറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവൻറ്റ് ഹാപ്പൻ ചെയ്യുമ്പോൾ ഒരു സെർട്ടൻ സം ഓഫ് മണി പേ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഗ്രി ചെയ്ത് അതിനൊരു പ്രീമിയം ഒക്കെ പേ ചെയ്യുന്ന, അതിലൂടെ ഒരാളുടെ റിസ്കിനെ ഇൻഡംനിഫൈ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റാണ് എന്ത്? ഇൻഷുറൻസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻഷുറൻസ് കമ്പനി ഉണ്ടാവും, അതുപോലെ ഒരു വ്യക്തി ഉണ്ടാവും. ഇപ്പം ഞാൻ എന്നൊരു വ്യക്തിയും ഇൻഷുറൻസ് കമ്പനി, ഇതിൽ ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിനെ ഇൻഷുർഡ് എന്നും കമ്പനീനെ ഇൻഷുറർ എന്നുമാണ് എന്ത് ചെയ്യുക, വിളിക്കാം. അത് ദ പാർട്ടി ഹു അണ്ടർടേക്സ് ദ റിസ്ക് ഏറ്റെടുക്കുന്ന ആളെ നമ്മൾ എന്താ വിളിക്കുക? ദ ഇൻഷുറർ. അതായത് ഇൻഷുറൻസ് കമ്പനീനെ നമ്മൾ ഇൻഷുറർ എന്ന് വിളിക്കും. ആൻഡ് ദ പാർട്ടി ഹൂസ് റിസ്ക് ഈസ് കവേർഡ്, ആരുടെ റിസ്ക് ആണോ കവർ ചെയ്യപ്പെട്ടത്, ദാറ്റ് ദ പേഴ്സൺ ഹൂ ടേക്സ് ദ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന ആൾ ഈസ് കോൾഡ് ഇൻഷുർഡ്. ഇത് ഞാൻ പറഞ്ഞു, ഇയാളെ ഇൻഷുർഡ് എന്നും ഇൻഷുറൻസ് കമ്പനി ഇൻഷുറർ എന്നും വിളിക്കും. ദ ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി മസ്റ്റ് പേ കൺസിഡറേഷൻ, ഒരു കൺസിഡറേഷൻ പേ ചെയ്യണം. അതിനെ വിളിക്കുന്ന പേരാണ് പ്രീമിയം എന്ന് പറയുന്നത്. ദ റിട്ടൺ ഡോക്യുമെൻറ്റ് വിച്ച് കണ്ടെയ്ൻ ദ കോൺട്രാക്റ്റ് ഈസ് നോൺ ആസ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താ? ആ കോൺട്രാക്റ്റൊക്കെ ഉള്ള ആ റിട്ടൺ ഡോക്യുമെൻറ്റിനെ. ഇറ്റ് ഈസ് ഓൺലി എവിഡൻസ് ഓഫ് ദ കോൺട്രാക്റ്റ്. ആ കോൺട്രാക്റ്റിലെ ഇൻഷുറൻസ് കോൺട്രാക്റ്റിലെ ഏക തെളിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പോളിസിയാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ഇൻഷുറൻസ് കോൺട്രാക്റ്റിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കൃത്യമായി അതിലെന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. എന്താ അറിയില്ല, ഒരു രാവിലെ തന്നെ എണീച്ചിട്ടാന്ന് പറയും. രാവിലെ എന്ന് പറഞ്ഞാൽ 8 മണി 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര ടൈം 10 മണിയായിട്ടുണ്ട് ഒരു ആവിടലൊക്കെ. അപ്പോൾ ഇനി ലൈഫ് ഇൻഷുറൻസ്, ഇതുവരെ പറഞ്ഞത് ഇൻഷുറൻസ് എന്നാണെങ്കിൽ ഇനി ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈഫ് ഇൻഷുറൻസ് നമ്മളൊരു 10-15 മിനിറ്റിലേറെ ഒരു വീഡിയോയും പോകില്ല കേട്ടോ. അങ്ങനെ മുറിച്ച് കുറേ വീഡിയോ ചെയ്യുക. അതായിരിക്കും നിങ്ങൾക്കും ഒരു വീഡിയോ കാണുമ്പം ഒരു സമാധാനം ഉണ്ടാവും. ലൈഫ് ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ബൈ വിച്ച് ഇൻഷുറർ in consideration of premium agree to a certain sum of money either on the death of the insured or on the expiry of specified period whichever happened earlier. എന്താ പറഞ്ഞത്? ലൈഫ് ഇൻഷുറൻസ് എന്ത് തന്നെയാണ്? ഒരു കോൺട്രാക്റ്റാണ്. ലൈഫ് ഇൻഷുറൻസ് എന്താണ്? ഒരു കോൺട്രാക്റ്റാണ്. വേർബൈ ആ കോൺട്രാക്റ്റിൽ ബൈ വിച്ച് ആ കോൺട്രാക്റ്റിലൂടെ ഇൻഷുറർ എന്ന് പറഞ്ഞ ആരാണ്? കമ്പനി. ഇൻ കൺസിഡറേഷൻ ഓഫ് പ്രീമിയം എന്ന കൺസിഡറേഷനിൽ അഗ്രി ചെയ്യാൻ. എന്തിന്? ടു പേ ചെയ്യാൻ. എന്ത്? സെർട്ടൻ സം ഓഫ് മണി,
ഒരു കുറച്ച് പൈസ ഐദർ ഓൺ ദ ഡെത്ത് ഓഫ് ഇൻഷുർ ചെയ്യപ്പെട്ട ആ വ്യക്തിയുടെ ഡെത്തിനോ അല്ലെങ്കിൽ ഓൺ എക്സ്പയറി ഓഫ് സ്പെസിഫൈഡ് പീരിയഡ്, ഒരു സ്പെസിഫൈഡ് പീരിയഡ് കഴിയുന്ന, ഉദാഹരണം 70 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സ്, വിച്ച് എവർ ഹാപ്പൻ ഏർലിയർ, ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്ത്. ഒന്നെങ്കിൽ ചിലപ്പോൾ 70 വയസ്സിന് മുമ്പ് ആൾ അടിച്ചു പോവാം, അല്ലെങ്കിൽ 70 വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും അടിച്ചു പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 70 വയസ്സിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്ത് ഇൻഷുർഡിന് ഒരു സെർട്ടൻ സം ഓഫ് മണി പേ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺട്രാക്റ്റിനാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ലൈഫ് ഇൻഷുറൻസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലേ. ലൈഫ് ഇൻഷുറൻസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തേത് ഒരു കോൺട്രാക്റ്റാണ്. ലൈഫ് ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്റ്റ് ബിറ്റ്വീൻ ദ ഇൻഷുറർ ആൻഡ് ഇൻഷുർഡ്, ഇൻഷുററും ഇൻഷുർഡും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ്. അതുപോലെ തന്നെ ഇതൊരു ലോങ് ടേം കോൺട്രാക്റ്റാണ്. ലോങ് ടേം കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 5, 10, 20 വർഷമുള്ള ഒരു കോൺട്രാക്റ്റ് അല്ലേ. അതുകൊണ്ട് ഇതെന്താണ്, ഒരു ലോങ് ടേം കോൺട്രാക്റ്റ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. പിന്നെ ഇതിലൊരു പ്രീമിയം ഉണ്ട്. എന്താ പ്രീമിയം? ഇൻഷുർഡ് ഹാസ് ടു പേ കൺസിഡറേഷൻ to the insurer for the protection or guarantee given to the ഇൻഷുർഡിന് ഒരു ഗ്യാരൻ്റി ഒക്കെ കൊടുത്തതിന് എന്ത് ചെയ്യണം, ഒരു കൺസിഡറേഷൻ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാനുണ്ട്, എമൗണ്ട് പേ ചെയ്യേണ്ടതുണ്ട്. അതിനെ നമ്മൾ പ്രീമിയം എന്ന് വിളിക്കും. ഇവൻ്റ് ഈസ് സെർട്ടൻ. ലൈഫ് ഇൻഷുറൻസിൽ സാധാരണ ഇൻഷുറൻസിൽ അൺസെർട്ടൻ ആയിരിക്കും ഇവൻ്റ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഇവൻ്റ് സെർട്ടൻ ആണ്, സുനിശ്ചിതാണ്. ദ ഇൻഷുറർ വിൽ പേ ടു ദ ഇൻഷുർഡ് ദ എമൗണ്ട് എന്ത് ചെയ്യണം, ഇൻഷുറർ പേ ചെയ്യണം ഇൻഷുർഡിന്. അതിനെയാണ് നമ്മൾ സം അഷ്യൂർഡ് എന്ന് പറയുന്നത്. ഓൺ ഹാപ്പനിങ് ഓഫ് ഇവൻ്റ്, ഒരു ഇവൻ്റ് ഹാപ്പൻ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊന്നെങ്കിൽ ഡെത്താവാം അല്ലെങ്കിൽ എന്താവുക ആ ഫിക്സഡ് പീരിയഡ് ആവാം. എന്തൊക്കെ തന്നെയാണെങ്കിലും ഇവിടെ ആ ഒരു ഇവൻ്റ് എന്താണ്, സെർട്ടൻ ആണ്. അതാണ് അടുത്തൊരു ഫീച്ചർ ലൈഫ് ഇൻഷുറൻസിൻ്റെ. ഇനി പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞത് ഒരു കോമ്പിനേഷൻ ഓഫ് ബോത്ത് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് റിസ്കിനെതിരെയുള്ള ഒരു പ്രൊട്ടക്ഷനാണ്. അതേപോലെ തന്നെ ഇതൊരു സേവിങ്സോ ഇൻവെസ്റ്റ്മെൻറ്റോ ഒക്കെ ആയി മാറുന്നുണ്ട്. കാരണം എന്താ, നമ്മൾക്ക് ലൈഫിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ എമൗണ്ട് വരുന്നുണ്ട്. അതായത് നമുക്കല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്കെങ്കിലും ഒക്കെ നമ്മൾ തന്നെയല്ലേ. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പം ആ ഒരു എമൗണ്ട് നമ്മൾ ഇടുന്ന എമൗണ്ട് ഇങ്ങനെ എന്ത് ചെയ്യും, അക്യുമുലേറ്റ് ചെയ്തിട്ട് നല്ലൊരു എമൗണ്ട് ലാസ്റ്റ് കിട്ടും. നമ്മൾ ഇടുന്ന എമൗണ്ട് അല്ല കിട്ടുക, അതിലേറെ കുറച്ച് എമൗണ്ട് നമുക്ക് കിട്ടും. ഓക്കെ. ഇനി സറണ്ടർ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. സറണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെന്ത് ചെയ്യും, അത് സെറ്റിൽ ചെയ്ത് തരും. പക്ഷേ അതിനാ കൊടുത്ത പൈസ ഒന്നും കിട്ടില്ല, കുറച്ചൊക്കെ കിട്ടും. ഇഫ് ദ പ്രീമിയം ഈസ് പെയ്ഡ് ഫോർ എ സർട്ടൻ നമ്പർ ഓഫ് ഇയേഴ്സ്, കുറച്ച് കാലത്തേക്ക് പ്രീമിയം അടച്ചിട്ടുണ്ട്, ആൻഡ് ദെയർ ആഫ്റ്റർ, അതിനുശേഷം ദ ഇൻഷുർഡ് ഈസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു കണ്ടിന്യൂ പ്രീമിയം പേ ചെയ്യാൻ എന്തല്ല അയാൾ റെഡിയല്ല, ഹി ക്യാൻ സറണ്ടർ ദ പോളിസി വിത്തിൻ ദ കമ്പനിയിൽ നിന്ന് എന്ത് ചെയ്യുക, സറണ്ടർ ചെയ്യാൻ പറ്റും. പക്ഷേ ഫുൾ എമൗണ്ട് ഒന്നും കിട്ടില്ല, കുറച്ച് പെനാൽറ്റിയൊക്കെ പോകും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഉള്ളത്. നമുക്ക് ലൈഫ് ഇൻഷുറൻസിൻ്റെ ടൈപ്സും കൂടെ നോക്കിയിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ എന്ത് ചെയ്യുക, അവസാനിപ്പിക്കാം. അപ്പം ടൈപ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്, ഒന്ന് ടേം ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. ടേം ലൈഫ് ഇൻഷുറൻസ് പറഞ്ഞാൽ ഒരു നിശ്ചിത ടേം വെച്ചിട്ട് 10 കൊല്ലത്തേക്ക് 20 കൊല്ലത്തേക്ക് 30 കൊല്ലത്തേക്ക് എന്നൊക്കെ പറയുന്നത് അതാണ്. ദിസ് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ലാസ്റ്റ് ഫോർ എ ഫിക്സഡ് ടേം, ഒരു ഫിക്സഡ് ടേമിനായിരിക്കും ആ ഇൻഷുറൻസ് ഉണ്ടാവുക. പിന്നെ അടുത്തത് ഹോൾ ലൈഫ് ഇൻഷുറൻസ്. ഹോൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അയാൾ അടിച്ചു പോകണവരെ പേ ചെയ്യണം. ദിസ് ടൈപ്പ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ലാസ്റ്റ് ദ ഹോൾ ലൈഫ്, ആ അവസാനം ഉണ്ടല്ലോ, ഇന്ന് മരിക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ വരെ എന്ത് ചെയ്യണം, പേ ചെയ്യണം. ദ എമൗണ്ട് വിൽ ബി പെയ്ഡ് ഓൺലി ഓൺ ദ ഡെത്ത്, അടിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, ആ എമൗണ്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഫാമിലിക്ക് കിട്ടും. അങ്ങനത്തതാണ് ഹോൾ ലൈഫ് ഇൻഷുറൻസ്. ഇനി വേരിയബിൾ ലൈഫ് ഇൻഷുറൻസ്, ഇൻഷുറൻസിൻ്റെ എമൗണ്ട് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അതെങ്ങനെ, മാർക്കറ്റിലെ കണ്ടീഷൻസ്, മാർക്കറ്റ്സിലെ അപ്സ് ആൻഡ് ഡൗൺസിനനുസരിച്ച്. ഇറ്റ് കവേഴ്സ് ഫോർ ലൈഫ് ആൻഡ് അലോ ദ പോളിസി ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ്, ലൈഫ് ഇത് കവർ ചെയ്യുന്നുണ്ട്. അതിന് പുറത്ത് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൊടുക്കുന്നുണ്ട്. ക്യാഷ് വാല്യൂ, ഇതിലെ ക്യാഷ് വാല്യൂ എന്ത് ചെയ്യും, ചേഞ്ചസ് വിത്ത് ദ മാർക്കറ്റ്സ് അപ്സ് ആൻഡ് ഡൗൺ, മാർക്കറ്റിലെ അപ്പ് ആൻഡ് ഡൗണുകൾക്ക് അനുസരിച്ച് എന്ത് ചെയ്യും,
അതിൻ്റെ വാല്യൂവിൽ മാറ്റം വരും. അതാണ്. ഇനി ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ്, ഇത് സാധാരണ ഒരു സ്ഥാപനത്തിലെ എംപ്ലോയീസിനൊക്കെ ഒന്നിച്ച് ഇൻഷുറൻസ് എടുക്കുന്ന രീതി ഉണ്ടാവാറുണ്ട്. അത് നിങ്ങൾ ആ മറ്റേ ഇമ്മാനുവൽ എന്ന് പറഞ്ഞ ഫിലിമിലൊക്കെ കണ്ടാൽ മനസ്സിലാവും. ആ ഒരു ഇത് 19 എംപ്ലോയീസിന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ ഇൻഷുറൻസ് മാത്രം എടുക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? അങ്ങനെ ഗ്രൂപ്പായി എടുക്കുന്നതാണ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ഒരു എംപ്ലോയർ ഇൻഷുവേഴ്സ് ദ ലൈഫ്സ് ഓഫ് ഹിസ് എംപ്ലോയീസ്. ആ എംപ്ലോയിയുടെ ലൈവ്സ് പറഞ്ഞാൽ ജീവിതങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ജീവൻ വെച്ചിട്ടാണ് ആ ലൈഫ് എല്ലാവർക്കും കൂടെ ഒന്നിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുക്കുന്നത്. ഒരു വ്യക്തിക്കല്ല, എല്ലാവർക്കും കൂടെ ഒന്നിച്ച് അവരുടെ ലൈഫ് ഇൻഷുറൻസ് അല്ല, അപ്പോൾ ലൈഫ്സ് ഓഫ് ഹിസ് എംപ്ലോയീസ് അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ക്രെഡിറ്റ് ലൈഫ് ഇൻഷുറൻസ്, ഇതാണ് നമ്മളിപ്പോൾ ബാങ്കിലൊക്കെ പോയി ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബാങ്കിന് എന്ത് ഗ്യാരണ്ടി ഉള്ളത്, നമുക്ക് ആ പൈസ കിട്ടുമെന്ന്. അപ്പോൾ അവരെന്ത് ചെയ്യും, നമ്മളെ പേരിൽ ഒരു ഇൻഷുറൻസ് ഇടും. അത് നമ്മുടെ അടുത്ത് നിന്ന് എമൗണ്ടൊക്കെ വാങ്ങും കേട്ടോ. അങ്ങനെ ഇൻഷുറൻസ് ഇടും. അത് അവർക്ക് വൺസ് നമുക്ക് ആ ലോണ് റീപേ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വന്ന് നമ്മൾ അടിച്ചൊക്കെ പോയാൽ അപ്പം അതിനെ സംരക്ഷിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ക്രെഡിറ്റ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് വിച്ച് ഇതിൽ ഈസ് മീൻഡ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ലെൻഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അതായത് ബാങ്കുകളൊക്കെ. വെൻ ദ ലെൻഡർ ഗിവ്സ് ബാങ്കുകളൊക്കെ നമുക്ക് ലോണ് തരുമ്പോൾ, കാർ ലോൺ ആവട്ടെ, ഹൗസിംഗ് ലോണൊക്കെ ആവട്ടെ, ടു എ ഒരു ബോറോവർക്ക് ദ ലെൻഡർ ഇൻഷുവേഴ്സ് ദ ലൈഫ് ഓഫ് ദ ബോറോവറിൻ്റെ ലൈഫ് അവിടെ എന്ത് ചെയ്യാണ്, ഇൻഷുർ ചെയ്യാണ്. ഇഫ് ദ ബോറോവർ അടിച്ചു പോയാൽ ദർ ഈസ് നോ ഡിഫിക്കൽട്ടി ഇൻ റീപേയിങ് ദ ലോൺ ടേക്കൻ. അപ്പോൾ ആ ലോൺ എടുത്തതിൽ എന്ത് റീപേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു ബേജാറ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് ഒരുപാട് ഇനിയും പറയാനുണ്ട്. ഇതിപ്പോൾ ഒരു 10-11 മിനിറ്റ് ആയില്ലേ. അപ്പോൾ ഇനി ടൈപ്സ് ഓഫ് ലൈഫ് പോളിസി, ഇത് ഇൻഷുറൻസ് ആയിരുന്നെങ്കിൽ പോളിസികളുടെ കോൺട്രാക്റ്റിനല്ലേ പോളിസി എന്ന് പറയും, അതിൻ്റെ എന്തുണ്ട് ടൈപ്സ് ഡിസ്കസ് ചെയ്യാണ്ട്. അതുപോലെ തന്നെ ടേംസും അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അത്യാവശ്യം നല്ല ടേംസുകൾ എന്ത് ചെയ്യാനുണ്ട്, പറയാനുണ്ട്. പിന്നെ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.